ക്യാബിനറ്റിൻ്റെ ആദ്യ യോഗത്തിൽ തന്നെ ജൂൺ 15 മുതൽ നമ്മൾ നൽകിയിട്ടുള്ള വാഗ്ദാനം നടപ്പാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ എനിക്ക് വകുപ്പുകളുടെ പൂർണ്ണമായ ചുമതല ഞാൻ ഏറ്റെടുക്കുന്നേ ഉള്ളൂ. ആ വകുപ്പുകൾ വ്യക്തമാവുന്ന മുറയ്ക്ക് ഞാൻ വിളിച്ചു കൂട്ടാം. എല്ലാ മാധ്യമപ്രവർത്തകരെയും വിളിച്ചു കൂട്ടി പറയാം, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്കും പറയാം. എന്തായാലും ബജറ്റ് കഴിയുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ജൂൺ 15 ഡേറ്റ് പറഞ്ഞല്ലോ, ആദ്യത്തെ തീരുമാനം തന്നെ ഈ ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് ഇന്ന് വരെ ലഭിച്ചിട്ടില്ലാത്ത ആനുകൂല്യങ്ങൾ KSRTCയിൽ നടപ്പാക്കും. ആ കാര്യത്തിൽ അതിൻ്റെ ആ സമയത്തിന് വേണ്ടിയാണ് കുറച്ച് സമയം എടുത്തത്. ഒരു സ്പേസ് കിട്ടണ്ടേ നമുക്ക്. ഇന്നലെ തന്നെ ക്യാബിനറ്റിലിരുന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റും, കുറച്ച് പഠിക്കണ്ടേ. അപ്പോൾ അതിനുവേണ്ടി കമ്മിറ്റിയൊന്നും വെച്ചിട്ടൊന്നുമില്ല. പക്ഷേ അതിനെക്കുറിച്ചുള്ള ആലോചനകൾ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അത് പല യോഗങ്ങളും ഗവൺമെൻറ്റിൽ നടക്കുന്നുണ്ടെന്നല്ലാതെ അങ്ങനെ ഒരു പ്രഖ്യാപിച്ചിട്ടുള്ള യോഗങ്ങളല്ല. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചുണ്ടാകുന്ന വരും വരായികളെക്കുറിച്ചുള്ള ഒരു സമയമെടുക്കാൻ വേണ്ടിയാണ്. 15-ാം തീയതി ഫ്രീ, പിന്നെ ഒരു ഇന്ന് വരെ KSRTCയിൽ സ്ത്രീകൾക്ക് കിട്ടാത്ത ഒരു പ്രധാന ആനുകൂല്യം 15 തൊട്ട് കിട്ടും, അതുറപ്പ്. അത് 15-ാം തീയതി തൊട്ട് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതിന് മുമ്പേ ഞാൻ പറയാം. ഞാനാണ് ഇപ്പോൾ ഗതാഗതത്തിൻ്റെ എന്നുള്ള മാധ്യമങ്ങളിൽ കൂടെയാണ് എല്ലാവരും പറയുന്നതെങ്കിലും ഞാനിപ്പോൾ അത് നിഷേധിക്കുന്നുമില്ല. കാരണം എനിക്ക് ഓഫർ ചെയ്തിട്ടുള്ള ഒരു വകുപ്പ് ഗതാഗതമാണ്. പക്ഷേ അറിയാമല്ലോ, നമുക്കെല്ലാം അറിയാമല്ലോ, പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ആവശ്യപ്പെട്ടത് സഹകരണവും തുറമുഖവുമാണ്. അപ്പോൾ എന്തായാലും ഗതാഗതമാണ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായും വിത്തിൻ ഫ്യൂ ഡേയ്സ് നിങ്ങളെ വിളിക്കും, എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയും. പോരെ? നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.